ഹായ് ഫ്രണ്ട്സ്, ക്രോഷേ ബിഗിനേഴ്സ് കോഴ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബാക്കി വന്ന യാൺ എങ്ങനെ തയ്ച്ച് വെക്കാം എന്നാണ്, ഹുക്ക് വെച്ചിട്ടും നീഡിൽ വെച്ചിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഹുക്ക് വെച്ചിട്ടും അതുപോലെ തന്നെ നീഡിൽ വെച്ചിട്ടും ഈ എൻഡൊക്കെ വീവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഹുക്ക് വെച്ചിട്ട് കാണിക്കാം. ഈ ഒരറ്റം കാണിച്ചു തരാം ഹുക്ക് വെച്ചിട്ട്. നമ്മൾ ഹുക്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേന് ഇപ്പോൾ ഈ ഫിനിഷ് ചെയ്ത ആ സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ച് കഴിഞ്ഞത്തെ സ്റ്റിച്ചിലേക്ക് നമ്മളൊന്ന് ഇതാ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്ത് അതിലേക്കൊന്ന് ഇറക്കുക, മൊത്തം ഇറക്കണം. ഓക്കെ, എന്നിട്ട് അടുത്തതിലേക്ക് അതുപോലെ തന്നെ ഒരു 3-4 സ്റ്റിച്ച് അങ്ങനെ തന്നെ ഇറക്കണം ചെയ്ത് ഇപ്പം ഞാൻ 2 ലൂപ്പിൽ കൂടിയാണ് ചെയ്യുന്നത്. ഒരു ലൂപ്പിലായാലും കുഴപ്പമില്ല. ചിലർ ഒരു ഫ്രണ്ട് ലൂപ്പിൽ കൂടി അല്ലെങ്കിൽ ബാക്ക് ലൂപ്പിൽ കൂടി മാത്രമായിട്ട് ചെയ്യും. പക്ഷെ 2 ലൂപ്പിലും ചെയ്താലും കുഴപ്പമില്ല. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഏത് സ്റ്റിച്ചാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റിച്ചിൽ ചെയ്യാം. ഇപ്പം ഞാനിത് 2 ലൂപ്പിലുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചെയ്യുക. അതായത് ഇപ്പം അങ്ങോട്ടല്ലേ ചെയ്ത്, അതുപോലെ തന്നെ തിരിച്ച് ചെയ്യാം. തിരിച്ച് 2 സ്റ്റിച്ച് ഇതുപോലെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് തിരിച്ച് ചെയ്തിട്ട് നമ്മുടെ എൻ്റെ താഴ്വശത്ത് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് എടുത്തിട്ട് താഴ്വശത്തൊരു സ്റ്റിച്ചിലേക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത താഴ്വശത്തെ സ്റ്റിച്ചിലേക്ക് ചെയ്യുക. ചെയ്യുമ്പം നമ്മുടെ സ്റ്റിച്ചിലൊരിക്കലും തട്ടരുത്. ഓക്കെ, ചെയ്തു. ഇനി ഇതുപോലെ തിരിച്ചിങ്ങോട്ട് സൈഡിലേക്ക് വെച്ചിട്ട് ഈ സ്റ്റിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചെയ്യാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്തരം ചെയ്തു. ഇനി ഇതങ്ങ് കട്ട് ചെയ്യുക. സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. നീഡിൽ വെച്ചിട്ടല്ലാതെ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി എങ്ങനെയാണ് നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നീഡിൽ നമ്മൾ എടുക്കുമ്പോഴത്തേനും കുറച്ച് ഇവിടം അകന്ന നീഡിലെടുക്കണം, എന്നാലേ നമ്മുടെ ഈ യാൺ കയറത്തുള്ളൂ. നീഡിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പം നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ച് എളുപ്പം. അപ്പോൾ നമുക്കിങ്ങനെ കുറേ സ്റ്റിച്ചിൽ കൂടെ ഇങ്ങനെ ഇവിടുന്ന് കുറേ സ്റ്റിച്ചിൽ കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്നിങ്ങനെ എടുക്കുക. ഇനി അടുത്ത അതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇനിയും ഇതുപോലെ തന്നെ തിരിച്ച് താഴെ കൂടി അങ്ങനെ കൊണ്ടുവരിക. രണ്ട് 3 സ്റ്റിച്ചിൽ കൂടി അങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അത്തരം ചെയ്താൽ മതി. നീഡിലാണ് കുറച്ചുകൂടെ നീറ്റും അതുപോലെ തന്നെ സിമ്പിളും ചെയ്യാനായിട്ട്. നീഡിലില്ലെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇവിടെ 2 കൂടിയുണ്ട്. ഇതുകൂടി നമുക്ക് നീഡിലോ ഹുക്കോ വെച്ചിട്ട് ചെയ്യാം. ഇത് ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് തയ്ച്ച് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാ അറ്റവും തയ്ച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നീഡിൽ വെച്ചിട്ടും ഹുക്ക് വെച്ചിട്ടും എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ ഡിഷ് ക്ലോത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടം കുറച്ച്, അതായത് ഈ സൈഡ് വശം നമ്മൾ ചെയ്തത് കുറച്ച് നീറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഈ ഫുള്ളായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് ഇനിയും വരുന്ന ക്ലാസ്സിൽ കൂടി പഠിക്കാം.
അപ്പം നമുക്ക് നന്നായിട്ട് ഇപ്പം തന്നെ ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ഈ രണ്ട് സൈഡും നീറ്റായിട്ട് ചിലപ്പോൾ തോന്നില്ല നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേനും. അപ്പം നമുക്ക് അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്, ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം കൂടി സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് നീറ്റായിക്കോളും. അതൊക്കെ നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ കൂടി പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എങ്ങനെയാണ് അത് തയ്ച്ച് വെക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടൊരു ഡിഷ് ക്ലോത്ത് അല്ലെങ്കിൽ വാഷ് ക്ലോത്ത്, കിച്ചൺ ടവൽ എന്ത് വേണമെങ്കിലും പറയാം, അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡബിൾ ക്രോഷേ അങ്ങനെ കുറച്ച് സ്റ്റിച്ചും കൂടി പഠിക്കാം. അത് കഴിഞ്ഞ് ഓരോരോ പ്രോജക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് പഠിക്കാം നമുക്ക്. അതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.